എനിക്ക് അവന്റെ കൂട്ടത്തിൽ തന്നെ ഇങ്ങനെ എപ്പോഴും ഇരുന്നിട്ട് മാറുന്നത് പണ്ടും ഭയങ്കര വിഷമമുള്ള കാര്യമാണ്, ഇപ്പോഴും വിഷമമുള്ള കാര്യമാണ്. കുറെ വിവരമില്ലാത്തവന്മാര് ഞാനിങ്ങനെ നല്ലോണ്ട് നിൽക്കുന്നു, ഞാൻ ഇങ്ങനെ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയുന്നു. അപ്പൊ ഞാൻ ഡോക്ടറിനോട് ഹലോ ഗൈസ്, വെൽക്കം, വണക്കം. ഇപ്പോൾ നമ്മളെ കൂടെ ചിലരുണ്ടാവണം, അവർ ലൈഫിൻ്റെ അവസാനം വരെ ഉണ്ടാവണം എന്നുള്ള ചിന്ത നിങ്ങൾക്കുണ്ടോ? കാരണം നമ്മുടെ കൂടെ നമ്മളെ മനസ്സിലാക്കിയ ഒരാൾ നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവണം എന്നൊരു ചിന്ത നിങ്ങൾക്കുണ്ടോ? പാർട്ണറാവാം, സുഹൃത്താവാം, മറ്റു പലരും ആവാം. അങ്ങനെ ഉണ്ടാവണം എന്ന ചിന്തയുണ്ടോ? അതോ നിങ്ങളുടെ കൂടെ അങ്ങനെ ആരും ഇല്ലാത്തൊരവസ്ഥയാണോ? ഒന്ന് കമൻറ്റ് ചെയ്യണേ, ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇവിടെ ഈ പറയുന്ന കാര്യം. ഇപ്പം നമ്മുടെ ഈ യദു ജ്യോതിക കുറച്ച് നാളിന് മുമ്പാണ് ഞാൻ വീഡിയോ ചെയ്തത്. സത്യം പറഞ്ഞാൽ ഇന്ന് ഇവരുടെ ഒരു അറിവുമില്ലല്ലോ എന്ന്. കാരണം എൻ്റെ ഫീഡിലൊന്നും വരുന്നില്ല, വീഡിയോസ് ഒന്നും കാണുന്നില്ല. അപ്പോൾ ഇൻസ്റ്റയിൽ ഞാൻ അധികം ആക്റ്റീവ് അല്ലാത്തതുകൊണ്ട് അവിടുത്തെ കാര്യമൊന്നും അറിയത്തില്ല. അങ്ങനെ ഞാൻ ചുമ്മാ സെർച്ച് ചെയ്ത് കണ്ടെത്തിയപ്പോഴാണ് ഇപ്പോൾ കുറച്ചധികം അപ്ഡേറ്റ് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റിയത്. സത്യം പറഞ്ഞാൽ ഇച്ചിരി വിഷമിപ്പിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതെന്താണെന്ന് നമുക്ക് കാണാം. ഇത് പക്ഷേ ഹോസ്പിറ്റലിൽ കൊണ്ടാക്കാൻ പോവാണ്, അതിനുവേണ്ടി ഒരുങ്ങി കുളിച്ചിട്ട് ഞാനിപ്പോൾ ഇറങ്ങി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊട്ടും ഇഷ്ടമല്ല അവനെ കൊണ്ടുവരാൻ പോകുന്നത്. ഞാൻ അവിടെ നിൽക്കുവാണെങ്കിൽ കുഴപ്പമില്ല, ഇതിപ്പോൾ തിരിച്ചു വരണമല്ലോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്തിനാ ആവശ്യമിരിക്കുന്നത്, ട്രീറ്റ്മെന്റിന് വേണ്ടിയല്ലേ പോയേക്കുന്നത്. പക്ഷേ എനിക്ക് അവന്റെ കൂട്ടത്തിൽ തന്നെ ഇങ്ങനെ എപ്പോഴും ഇരുന്നിട്ട് മാറുന്നത് പണ്ടും ഭയങ്കര വിഷമമുള്ള കാര്യമാണ്, ഇപ്പോഴും വിഷമമുള്ള കാര്യമാണ്. ട്രീറ്റ്മെന്റിന്റെ ഒക്കെയാണ്. പക്ഷെ ഇപ്പൊ എല്ലാവരും ചോദിക്കത്തില്ല എന്താ ജോലിക്ക് പോകാത്തത്. എനിക്ക് അവന്റെ കൂട്ടത്തിൽ തന്നെ ഇരിക്കാമില്ല, ഞാൻ ജോലിക്ക് പോകാതെ വീട്ടിൽ തന്നെ ഇരിക്കുന്നത്. അത് അവനും പറഞ്ഞിട്ടാണ്. ഞാനിപ്പോ കൺവിൻസ് ചെയ്തിട്ടാണെങ്കിൽ എനിക്ക് പോകാം. എനിക്ക് അവന്റെ അടുത്തൊന്നും മാറി നിൽക്കാൻ പറ്റത്തില്ല. അതിപ്പോ പണ്ടാണെങ്കിലും ഇപ്പോഴാണെങ്കിലും എനിക്ക് പറ്റത്തില്ല. ഞങ്ങളുള്ള ഇപ്പോൾ നമ്മുടെയൊക്കെ ലൈഫിൻ്റെ പാർട്ട്നേഴ്സിനെ കുറിച്ചല്ല, പാർട്ട്ണറിനെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോ സങ്കല്പങ്ങളുണ്ടാവും. ഈ കുട്ടി അതോടൊപ്പം തന്നെ യദുവും കുറച്ച് നാളിന് മുമ്പ് കുറേ അധികം നെഗറ്റീവ്, ഇതിൻ്റെ പുറകെ ഉണ്ട് കുറേ നെഗറ്റീവ്സ്, ഞാനത് പുറകെ കാണിക്കാം. അപ്പോൾ യദുവിനെ ഇപ്പോൾ എവിടെ കൊണ്ട് കാണിച്ചിരിക്കുന്നത് വെച്ചാൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ് യദുവിനെ. ഫർദർ ട്രീറ്റ്മെൻറ്റ് മറ്റുള്ള കാര്യങ്ങളും ഒക്കെ നിരന്തരം വീട്ടിൽ തന്നെ വെച്ചിട്ട് ചെയ്യുന്നതിനെക്കാട്ടിൽ റീഹാബിൽ എന്തോ അഡ്മിറ്റ് ചെയ്യുന്നൊരു പരിപാടിയാണ്. അപ്പോൾ ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഈ വീഡിയോ ചെയ്യാനുള്ള കാര്യം എന്ന് വെച്ചാൽ, ഇപ്പം നമ്മളൊരു പ്രത്യേക സിറ്റുവേഷനിൽ കടന്നു പോകുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മളൊന്ന് വേദന കൊണ്ട് വീഴുന്ന സമയത്ത്, നമ്മൾ തളർന്ന് നിൽക്കുന്ന സമയത്ത് നമ്മുടെ കൂടെ അന്ന് എന്തെങ്കിലും കണ്ടിട്ടാണോ ആൾക്കാർ നിൽക്കുന്നത്, അതോ ഒന്നും കാണാതെ അൺകണ്ടീഷണലായിട്ട് നമ്മുടെ കൂടെ നിൽക്കുന്നതാണോ നമുക്ക് ചില സിറ്റുവേഷൻ വന്നാലേ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുള്ളൂ. യദു അതിൽ ഭാഗ്യവാനാണ്. ആ ഭാഗ്യമായിട്ടുള്ള ജ്യോതിക, അത് ഇവരുടെ ആ ഒരു ബന്ധം എന്നും നിലനിൽക്കട്ടെ. സത്യം പറഞ്ഞാൽ നല്ലത് വരണം, നിങ്ങൾക്ക് നല്ലൊരു ലൈഫ് കിട്ടണം. അത് എൻ്റെ ഒരു വലിയ ആത്മാർത്ഥമായ പ്രാർത്ഥനയാണ്. നമ്മുടെ സമൂഹത്തിൻ്റെ അകത്തു നിന്നും പല സ്ഥലങ്ങളിലും അടിച്ച് പിരിഞ്ഞ് നാല് വാർഡായിട്ടൊക്കെ പോകുന്ന കാര്യങ്ങൾ, കല്യാണം കഴിഞ്ഞ് 3-1 കോടതികളിലേക്ക് നിൽക്കുന്ന സാഹചര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഈ കുട്ടിയെപ്പോലും എന്തെല്ലാം അപമാനിക്കുന്ന രീതിയിലാണ് അന്ന് കമൻറ്റുകൾ ഇട്ടത്. അതോടൊപ്പം തന്നെ യദു അഭിനയിക്കുന്നതാണ്, യദുവിനെ വീൽ ചെയറിലൊക്കെ ഇരിക്കുന്നതൊക്കെ വെറുതെ ഡയലോഗ്സൊക്കെയാണ്. ആ പുള്ളിക്കാരൻ അഭിനയിച്ച് നമ്മുടെ ഈ ആൾക്കാരുടെ സെൻറ്റിമെൻറ്റ്സ്, ഇമോഷൻസ് ഒക്കെ പിടിച്ചു പറ്റാൻ ശ്രമിക്കുന്നതൊക്കെ ആണെന്നൊക്കെ മനസാക്ഷിയില്ലാത്ത, മനുഷ്യപ്പറ്റ് തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത കുറേ മൃഗങ്ങൾക്ക് നാണക്കേടാട്ടോ, അങ്ങനെയുള്ള കുറേ അധികം ടീംസ് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ആ കുട്ടി പറയുന്ന കണ്ടില്ലേ, അവനെ കൊണ്ടാക്കി എനിക്ക് അവനെ വിട്ടിട്ട് വരാൻ വേണ്ടിയിട്ട് പറ്റാത്ത സാഹചര്യം, ഹോസ്പിറ്റലാണെങ്കിൽ പോലും അകന്ന് നിൽക്കാൻ വേണ്ടിയിട്ട് പറ്റാത്തൊരു സാഹചര്യം. ഇതിനെക്കാട്ടിലേക്ക് അപ്പുറത്ത് എന്താ വേണ്ട? ഒരു സമൂഹത്തിൽ ഒരു നല്ല മനുഷ്യർക്ക് ജീവിക്കാൻ കൂടെ ഒരു അറിയുന്ന ഒരാളെക്കാട്ടിൽ അപ്പുറത്ത് എന്താ വേണ്ടേ? എന്നെ അറിയാൻ എനിക്കൊരാളെ വേണം. അത് എന്നെ അറിയാൻ ഒരാളെന്ന് പറയുമ്പോഴേക്കും അത് പങ്കാളിയാവാം, സുഹൃത്താവാം, മറ്റെന്തും ആവാം. ആ എന്നെ അറിയാൻ ഒരാളില്ലാത്തതാണ് പല ആൾക്കാർ ഇന്ന് മറ്റേ മരണത്തിലേക്ക് കടന്നു പോകാനുള്ള സാധ്യത. എൻ്റെ ഈ വീഡിയോ കാണുന്ന പല ആൾക്കാർക്ക് ഇന്ന് എന്തെല്ലാം ടെൻഷനില്ലാതെ, പ്രശ്നത്തിനകത്ത് നിങ്ങൾക്കൊരു കാര്യം, നിങ്ങളുടെ വേദന, നിങ്ങളുടെ വിഷമം നിങ്ങൾ പറയുന്ന സെൻസിൽ എടുക്കാൻ വേണ്ടിയിട്ട് പറയാൻ, അല്ലെങ്കിൽ അത് കേൾക്കാൻ ഒരാളില്ലാത്തതുകൊണ്ട് ഒരു കേൾവിക്കാരൻ, ഒരു അതിനെ മനസ്സിലാക്കാൻ വേണ്ടി കുറച്ച് നേരം കേൾക്കാൻ വേണ്ടിയിട്ടൊരാൾ. നമ്മുടെ ഈ കുമ്പളങ്ങി നൈറ്റ്സിൻ്റെ അകത്ത് ഒരു വലിയൊരു സീനാണത്. സൗബിൻ ഷാഹിർ ഇങ്ങനെ കരഞ്ഞിട്ട് ഒരു ഡോക്ടറെ അടുത്ത് പോകുന്ന നിൽക്കുന്ന സമയത്ത് പറയുമ്പോൾ, പറയൂ, കരഞ്ഞോ, അതിനല്ലേ ഞാൻ ഇവിടെ ഇരിക്കുന്നത്, നിങ്ങളെ സഹായിക്കാനല്ലേ ഞാൻ ഇവിടെ ഇരിക്കുന്നത് എന്ന് പറയുമ്പോൾ സൗബിൻ പിന്നീട് പൊട്ടിക്കരയുന്ന സംഭവം കാണും. ചില ആൾക്കാർ ഇങ്ങനെ ഉള്ളിലൊതുക്കിക്കൊണ്ട് നടക്കുന്നു. അവരാണ് പിന്നീട് നമ്മുടെ മരണത്തിലേക്ക് കടന്നു പോകുന്നത്. ഇവിടെ ആ പയ്യൻ വീണു അവൻ എണീറ്റ് വരാനുള്ള ശ്രമത്തിലാണ്. അവൻ എണീറ്റ് നടന്നിട്ട് ഈ പറയുന്ന ആൾക്കാർക്ക് മറുപടി കൊടുക്കുക, അതിൻ്റെ വിശ്വാസം. അപ്പോൾ ആ പെൺകുട്ടി കരുത്തായിട്ട് കൂടെ നിൽക്കുന്നുണ്ട്. ആ കുട്ടിയെ, ആ ഒരു വേദന നമുക്കിപ്പോൾ ഇവിടെ കാണാം. ഓക്കെ, ബാക്കി കേൾക്കാം. എനിക്കിപ്പോൾ അവൻ്റെ കൂട്ടത്തിൽ തന്നെ ഇരിക്കുന്നതാണ് ഇഷ്ടം. കാര്യം എനിക്ക് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അവൻ്റെ കൂട്ടത്തിൽ ഇരിക്കുമ്പം വഴക്കുണ്ടാകുമെങ്കിലും പ്രശ്നം ഉണ്ടാകുമെങ്കിലും ഒരുമിച്ചല്ലേ. നമ്മളിനി എത്ര നാളുണ്ടോ അത്രയും നാളും നമുക്ക് ഹാപ്പിയാണോ സങ്കടമാണോ ഒരുമിച്ചിരിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. അത് ഇത്ര പേര് അങ്ങനെ വിചാരിക്കണം, അത് ഏത് രീതി വിചാരിക്കണമെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ എനിക്ക് അതാണ് ഇഷ്ടം. ഇപ്പോൾ ഹോസ്പിറ്റലിൽ പോവാണെങ്കിൽ പോലും ഒന്ന് ആലോചിച്ച് നോക്കി, ഞാൻ ഇവിടെ ഉള്ളപ്പം ഞാൻ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഞാൻ അവൻ്റെ അടുത്താണ്. കണക്കിന് നോക്കിക്കഴിഞ്ഞാൽ ഇത് അത്ര നല്ലതല്ല. ഞാൻ അവനേന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് എനിക്ക് മാറുന്ന പ്രശ്നമാണ്, ഭയങ്കര പ്രശ്നമാണ്. വിചാരിക്കുന്നവരല്ല, ഭയങ്കര പ്രശ്നമാണ്. അത് പണ്ടോട്ടെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പോയിട്ട് വരട്ടെ അല്ലേ, നന്നായിട്ടൊക്കെ വരട്ടെ.
ഹാപ്പി ആയിട്ടിരിക്കട്ടെ. പുള്ളിക്കാരത്തി ഇത് ഉള്ളിന്നൊക്കെ പറയുന്നതാണ് കേട്ടോ. ഇങ്ങനെ വിങ്ങലൊക്കെ ഉള്ളിൽ അടക്കി പിടിച്ചിട്ട് അത് എക്സ്പ്രസ് ചെയ്യുന്നത് വീഡിയോയുടെ മുമ്പിലാണ്, സംസാരിക്കുന്നത് കുറേ ആൾക്കാർ കാണുന്നതാണെന്നുള്ള ഒരൊറ്റ ചിന്ത കാരണമാണ് കോൺഷ്യസ് ആയിട്ട് ഞാൻ ഇങ്ങനെ സംസാരിക്കണം, ഇതിൽ കൂടുതൽ കൈവിട്ട് പോകാൻ പാടില്ല എന്നുള്ള സംഭവം. ഓക്കെ ഗൈസ്, പോയിട്ട് വരാം ഗൈസ് എന്നൊക്കെ ആ ചിരിക്കകത്ത് ഒളിപ്പിച്ച് വെച്ച കണ്ണുനീരും വേദനയും വിഷമവും കാണാൻ വേണ്ടി. അത് അത്രയും ഉള്ളിലുള്ള സ്നേഹമാണ് കേട്ടോ. അതാണ് വളരെ പ്യുവർ ആയിട്ടുള്ളൊരു പ്യുവർ ഒരു ലവ് രണ്ടുപേർക്കിടയിലുള്ള ആ ഒരു സംഭവം. എന്ത് വളരെ ഡിവൈനാണ് ആ ഒരു കാര്യമൊക്കെ. ഞാൻ ചെറുതായിട്ട് ഒന്ന് കിടന്നു ചോദിക്കാതെ വിട്ടിരിപ്പുണ്ട്. എല്ലാവരും ഇട്ടിരിക്കുകയാണ്. കുഞ്ഞ് മരവിച്ച് നീ തൃശ്ശൂര് മനസ്സിലാകത്തില്ല. ആംബുലൻസ് തുടർന്ന് ഞാൻ ഹോസ്പിറ്റൽ അമ്മയുടെ നിപ്പുണ്ട്. റീഹാബിൽ വന്നു ഗൈസ്. യദുകൃഷ്ണന്റെ മുഖത്തെ സന്തോഷം കണ്ടോ? എനിക്ക് സങ്കടമാണ് ഗൈസ്. ഇങ്ങനെ ഇവിടുത്തെ സിസ്റ്റർമാരെ ഇതെല്ലാം വേദന അനുഭവിക്കുന്നില്ലേ അപ്പം ഈ പ്രായത്തിൽ? കുറേ ആൾക്കാരുണ്ട്. അതാകുമ്പം ചില വേദനകൾ ഫ്യൂച്ചറിലുള്ള നല്ലതിന് വേണ്ടിയിട്ടായിരിക്കും. ഞാൻ യദുവിനോട് പറയുന്നത് അങ്ങനെയാണ്. ഇതെല്ലാം കടന്ന് ആ ഒരു വിഷമഘട്ടം കടന്ന് അടിപൊളിയായിട്ട് പറക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പിലാണ് ഇപ്പം. അങ്ങനെ ചിന്തിച്ചാൽ മാത്രമേ മതി. എനിക്കതിനെ അങ്ങനെ പറയാനുള്ളൂ. വേറൊരു സംഭവമുണ്ട്, കാണിച്ചുതരാം. ഡോക്ടറിനോട് അങ്ങോട്ട് ചോദിച്ചു, ഡോക്ടറെ എന്റെ കണ്ടീഷൻ എന്ന് വെച്ചാൽ കുറെ വിവരമില്ലാത്തവന്മാര് ഞാനിങ്ങനെ നല്ലോണ്ട് നിൽക്കുന്നു, ഞാൻ ഇങ്ങനെ എന്നൊക്കെ പറയുന്നു. അപ്പൊ ഞാൻ ഡോക്ടറിനോട് ചോദിച്ചു, ഡോക്ടറെ ഇന്നപോലെ ഡോക്ടർ എന്റെ കണ്ടീഷൻ ഒന്ന് പറയാവോ, എനിക്കൊരു വീഡിയോ എടുക്കാൻ, എനിക്കൊന്ന് ഒരു വീഡിയോ എടുക്കാൻ. മനസ്സിലായില്ലേ? അതായത് ഈ ആഴത്തിൽ മുറിവേറ്റവന് മാത്രമേ ആ മുറിവിന്റെ വേദന അനുഭവിക്കുമ്പോൾ ആ ഒരു പെയിൻ, അവരാണല്ലോ വേദന അനുഭവിക്കുന്നത്. ഇപ്പം മുള്ളു കൊള്ളുന്ന ആളല്ലേ ആ വേദന മുള്ളിന് ആ വേദന അറിയില്ലല്ലോ. അതുപോലെ ഈ കുത്തി നോവിക്കുന്നവർക്ക് ആ വേദന അറിയത്തില്ല. പക്ഷെ ആ കുത്ത് കൊണ്ടവനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വയ്യ, എനിക്ക് എൻ്റെ ഇടുപ്പിന് താഴെ, എൻ്റെ അരയ്ക്ക് താഴെ അങ്ങോട്ട് എനിക്ക് കാൽ തളർന്ന അവസ്ഥയിലാണ്, ഒരു സർജറിയുടെ പിഴവും ഒരു സംഭവിച്ചൊരു കാര്യമാണ്, ആക്സിഡൻറ്റിന് പറ്റിയതാണ് എന്നുള്ള കാര്യം വേദനയോടെ ഇരിക്കുന്നൊരു പയ്യൻ, അവൻ്റെ അവൻ്റെ കുടുംബത്തോടൊപ്പം അവൻ ഇഷ്ടപ്പെട്ട ഒരു കുട്ടിയോടൊപ്പം ഒക്കെ മുന്നോട്ട് പോകുന്നു. അതിൻ്റെ സന്തോഷ നിമിഷങ്ങൾ പബ്ലിക്കിലേക്ക് കൊണ്ടുവന്നു. ആദ്യം മുതലേ നമ്മളത് കാണുന്നതാണ്. അപ്പം അതിനകത്ത് ഒരു തരത്തിൽ പോലും നമുക്ക് ആർക്ക് സമൂഹത്തിന് ദോഷമായിട്ടുള്ളതോ നെഗറ്റീവായിട്ടുള്ളതോ ഒന്നുമില്ല. അതിനകത്ത് അവരുടെ പച്ചയായ സന്തോഷം, പച്ചയായ ജീവിതം. അതിന് അനാവശ്യമായിട്ടുള്ള രീതിയിൽ കുറേയധികം മോശമായിട്ടുള്ള കമൻറ്റുകളിലൂടെ അവരെ തകർക്കാനും അവരുടെ മാനസികമായിട്ടുള്ള ഒരു മുന്നോട്ട് പോക്ക് തകർത്ത് തരിപ്പണമാക്കാനും കുറേ ആൾക്കാർ ശ്രമിച്ചു. അപ്പം അങ്ങനെയുള്ള ആൾക്കാരുടെ മുമ്പിലാണ് പറയുന്നത്, ഡോക്ടറെ എനിക്ക് ഇതൊന്ന് എൻ്റെ അവസ്ഥ ഒന്ന് പറഞ്ഞ് ആൾക്കാരൊന്ന് ബോധിപ്പിക്കാനെങ്കിലും എനിക്കൊന്ന് വീഡിയോ ആയിട്ട് മിക്കവാറും അതിന് സർജറി ഇതിൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന റീഹാബിലെ ബാക്കിയുള്ള ട്രീറ്റ്മെൻറ്റിൻ്റെ ഒരു പ്രോസസ്സിൽ മേ ബി അത് വരുമെന്നുള്ളതാണ് ഇപ്പോൾ പറയുന്നത്. ആലോചിച്ച് നോക്കണം, തനിക്ക് ഈ ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഒരു ഗുരുതരമായിട്ട് ഒരു മഹാരോഗം പിടിപെട്ടൊരു വ്യക്തി, അയാൾക്ക് ഇങ്ങനെ രോഗമാണെന്ന് ഒരാളോട് പറയുമ്പം നീക്ക് ഇങ്ങനെ രോഗമാണെന്ന് ഞാൻ എങ്ങനെ വിശ്വസിക്കും? അപ്പം ആ വ്യക്തിയെ വിശ്വസിപ്പിക്കേണ്ട ഒരു അവസ്ഥ ആലോചിച്ച് നോക്കും. നമ്മുടെ സമൂഹത്തിലെ മനുഷ്യരുടെ പ്രത്യേകതയാണ്. വേറെ പണിയൊന്നും ഇവന്റെ അടുത്ത് തന്നെയുള്ളൂ, ഇനി വേറെ പണിയൊന്നും ഇല്ല. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് മാത്രമല്ല അവിടുത്തെ നിൽക്കാനും പറ്റത്തില്ല. എനിക്ക് പൊതുവെ ഇഷ്ടമല്ല, പിന്നെ വേറെ വഴിയില്ല. നമ്മുടെ അടുത്തുണ്ടായാൽ നമ്മൾ അതേ ചൂസ് ചെയ്യത്തുള്ളൂ. പക്ഷെ നമ്മുടെ അടുത്ത് അങ്ങനെ ഇല്ല, കൊണ്ടാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലും അല്ല. നമ്മുടെ അടുത്ത് ഉണ്ടോ അറിയത്തില്ല. ഇല്ല സത്യം പറഞ്ഞാൽ ഇല്ല. ഇങ്ങനെ റീഹാബ് ഇല്ല. എല്ലാരും ഇങ്ങനെ അവിടെ കൊണ്ട് കാണിക്കും ഇവിടെ കൊണ്ട് കാണിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. എനിക്ക് എല്ലാം ആലോചിക്കുമ്പോഴും എന്നെ ആ 3 മാസം പറ്റിച്ച ആ തിണ്ടികളെ എനിക്ക് വല്ലാണ്ട് ഓർമ്മ. നമ്മുടെ വിലപ്പെട്ട 3 മാസമാണ് സത്യം. ലൈഫിനെ നശിപ്പിച്ച ആൾക്കാരെ കുറിച്ച് പറയുന്നതാ. ഒരു പുള്ളിക്കാരന്റെ ഭാര്യ വന്ന് എന്റെ സംസാരിച്ച് 32 വർഷം കണ്ട്. അപ്പൊ അങ്ങനെ നമ്മളെ ലോകം അറിഞ്ഞു, അറിയാത്ത എത്രയോ പേര് ജീവിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ അവരിൽ ഒരാളായിട്ടാണ് നമ്മൾ വീഡിയോ റെപ്രസെന്റ് ചെയ്യുന്ന അവരിൽ ഒരാളായിട്ടാണ്. കാര്യം നമ്മുടെ കുറച്ച് ബുദ്ധിമുട്ടുകൾ പുറം ലോകത്ത് അറിയാനും നമ്മളായിട്ട് കോണ്ടാക്ട് ചെയ്യുന്ന അവർക്ക് അറിയാത്ത കാര്യങ്ങൾ നമ്മളിലൂടെ കിട്ടുന്ന കുറെ പേരുണ്ട്. സീരിയസ്ലി ഇപ്പം ഈ 2 വീഡിയോ ആണ്. അതായത് ഒന്ന് ഒരു 1 മന്തിൽ 1 മാസം യൂട്യൂബിൽ നിന്ന് ബ്രേക്ക് എന്ന് പറഞ്ഞ ട്രീറ്റ്മെന്റിലേക്ക് പോകുന്നത് 9 ദിവസത്തിന് മുമ്പുള്ള വീഡിയോയും കഴിഞ്ഞ ദിവസം 7 ഡേയ്സിന് മുമ്പ് ഹോസ്പിറ്റലിൽ പിന്നെയും വന്നപ്പോൾ എന്ന് പറഞ്ഞിട്ടുള്ള ജ്യോതിക ഇട്ട വീഡിയോയും. അപ്പോൾ ഇത് രണ്ടുമാണ് കണ്ടത്. മനസ്സിലാവുന്നുണ്ടോ? ഇതിനകത്ത് ഞാൻ എന്താ പറയല്ലേ, നമുക്ക് ഈ വാക്കുകൾക്ക് അപ്പുറം എന്നുള്ള ഒരു സംഭവത്തിൻ്റെതുപോലെ
ചില ജീവിതങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് നമ്മൾ അനുഭവിക്കാത്ത കാര്യങ്ങൾ നമുക്ക് കാണിച്ചു തരുന്ന സമയത്ത് അതിനകത്ത് നിന്ന് നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോഴേക്കും നമ്മുടെ ലൈഫിലെ പെയിനും വേദനയും സങ്കടവും ഉണ്ടെന്ന് നമ്മൾ നിരന്തരം വേദനിച്ച് വിഷമിക്കുമ്പോൾ നമ്മുടെ വിഷമവും സങ്കടവും ഒന്നുമല്ല, അതിനെക്കാട്ടിൽ അപ്പുറത്തുള്ള ആൾക്കാർ ഇതാ നമ്മുടെ മുമ്പിലേക്ക് നിൽക്കുന്നു, അവരെന്തിട്ട് ചിരിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. അപ്പോൾ മാത്രമാണ് നമ്മളൊരു സംഭവം ഒന്നും ഇത്രത്തോളം ഒന്നും ഇല്ലാത്തത്, ഞാനൊക്കെയാണോ ഇതിനെക്കുറിച്ചൊക്കെ ടെൻഷൻ അടിക്കുന്നത്, നമ്മൾ സ്വയം ചിന്തിക്കാനുള്ള സാഹചര്യം നമ്മുടെ ചുറ്റുപാട് കണ്ണു തുറന്നു നോക്കിയാൽ കിട്ടും. പിന്നെ ഈ പിള്ളേരെന്ന് തന്നെ പറയാം, കൊച്ചു പിള്ളേരാണ്, അവർ നല്ല അടിപൊളിയായിട്ട് വളരട്ടെ, അവർ നല്ല രീതിയിൽ വരട്ടെ. അതുപോലെ തന്നെ യദു ഇച്ചിരി കൂടെ നന്നായിട്ട് ആലോചിച്ച് നോക്കണം. കുറച്ച് നാൾ കഴിഞ്ഞിട്ട് യദു വന്ന് ഒരു ബൈക്കൊക്കെ എടുത്ത് അടിപൊളിയായിട്ട് ഇങ്ങനെ ചുറ്റിക്കറങ്ങിയിട്ട് ഈ നെഗറ്റീവ് കിട്ടുന്ന ആൾക്കാർ അവരുടെ വീടുകളിലേക്ക് പോയിട്ട് വിസിറ്റ് ചെയ്യണം. ഹായ് ബ്രോ, ഹായ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇന്ന് ഇവിടെയാണ്, നമുക്ക് കുറച്ചേരം അടിച്ച് വിളിക്കുക, ചില്ല് ചെയ്യാൻ വരൂ, വണ്ടി കയറുന്നോ, കൊണ്ടുപോട്ടെ എന്നൊക്കെ ചോദിക്കണം. സോ നെഗറ്റിവിറ്റി പറയുന്ന ആൾക്കാർക്ക് കുറച്ച് സമയത്തെങ്കിലും അവർക്ക് സന്തോഷിക്കാൻ മറ്റ് മനുഷ്യരുടെ ജീവിതങ്ങളാണ് എന്തല്ലേ പ്രത്യേകതരം ജീവികൾ. എന്താണ് നിങ്ങൾക്ക് ഇവരെ കുറിച്ച് പറയാനുള്ളത്? പിന്നെ അതിനകത്ത് യദുവും അതുപോലെ തന്നെ ജ്യോതികയും പറയുന്നൊരു കാര്യമുണ്ട്, ഇവർ ചില ആൾക്കാരുടെ റെപ്രസെൻറ്റേഷനാണ്, പ്രതിനിധിയാണ്, ഒരു കമ്മ്യൂണിറ്റി തന്നെയുണ്ട്. അതായത് ഇങ്ങനെ വീണ് കിടക്കുന്ന, ഇപ്പോൾ എൻ്റെ വീടിൻ്റെ ഒരു 4 വീടിൻ്റെ മുകളിൽ മഹേഷ് എന്ന് പറയുന്ന ഉണ്ണി കുറച്ച് വർഷമായി അവൻ ഇതുപോലെ ഒരു ബൈക്കിൽ യാത്ര ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് പോയി ആക്സിഡൻറ്റ് സംഭവിച്ചു. അൺഎക്സ്പെക്റ്റഡ് ആണ്. അന്ന് പോയ ബോധം ഇന്നും അവന് വന്നിട്ടില്ല. അവൻ കോമ സ്റ്റേജിൽ കിടക്കുക. അവൻ്റെ അമ്മയുടെ വേദന, അവൻ്റെ അച്ഛൻ്റെ വേദന, വൈഫ്, ഒരു കുഞ്ഞ് ഒക്കെ ഉണ്ട്. അവൻ ആ ഒരു ബെഡിലാണ്. മനസ്സിലാക്കണം, നമ്മുടെ ചുറ്റുപാടും ഒരുപാട് പേരിങ്ങനെ ജീവിക്കുന്നവരിൽ ആ റെപ്രസെൻറ്റേഷനാണ്. അവരുടെയൊക്കെ പെയിൻ നമുക്ക് അറിയണമെങ്കിൽ അവരുടെയൊക്കെ അടുത്തേക്ക് പോകേണ്ടി വരും. എന്തായിരുന്നാലും ഇവർക്ക് നല്ലത് വരട്ടെ. നിങ്ങളുടെ അഭിപ്രായം നൽകാൻ ഇവിടുത്തെ അടുത്ത വീഡിയോ നിങ്ങൾ ബൈ.